സ്നേഹമുള്ളവരെ, ക്രിസ്തീയ കുടുംബം ലോകത്തിലെന്നും മാതൃകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രത്യേക കുടുംബം. അതുപോലെ അപ്പനും അമ്മയും മക്കളും സ്നേഹത്തിന്റെ തീർത്ഥ കൂട്ടായ്മ. ബൈബിൾ കുടുംബങ്ങളുടെ ചരിത്രമാണ്. ഏദനിലെ കുടുംബം, അബ്രഹാമിന്റെ കുടുംബം, ഇസഹാക്കിന്റെ കുടുംബം, യാക്കോബിന്റെ കുടുംബം, നസസിലെ തിരുകുടുംബം. ഇന്ന് നമ്മുടെ കുടുംബം. കുടുംബത്തിൽ വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം. കാനായിലെ കല്യാണ വീട്ടിൽ യേശു ഉണ്ടായിരുന്ന പോലെ നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം നിലനിൽക്കട്ടെ. ആ സാന്നിധ്യത്തിൽ നമുക്ക് വളരാം. ഈശോയിലേക്ക് അടുക്കുന്ന ഒരു കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം, കുർബാന അർപ്പിക്കുന്ന കുടുംബം, വചനം വായിക്കുന്ന കുടുംബം, കവതാശി ജീവിതമുള്ള കുടുംബം. അങ്ങനെ കുടുംബമായി നമ്മുടെ കുടുംബം മാറണം. അങ്ങനെ മാറുമ്പോൾ കാനായിൽ കുറവുകളെ പരിഹരിച്ച കർത്താവ് നമ്മുടെ വീടിന്റെ കുറവുകളെ പരിഹരിക്കും. അല്പം കൂടെ നല്ല ഒരു ഭർത്താവാകാൻ ശക്തി തരും. അല്പം കൂടെ നല്ല ഭാര്യയാകാൻ ശക്തി തരും. അല്പം കൂടെ നല്ല മാതാപിതാക്കാകാൻ ശക്തി തരും. അല്പം കൂടെ നല്ല മക്കളായി ജീവിക്കാൻ ശക്തി തരും. ആ ശക്തിയിൽ, ആ കൃപയിൽ ആശ്രയിച്ച് കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാം. തിരുകുടുംബത്തെ വിശുദ്ധീകരിച്ച കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. സ്വർഗീയ കുടുംബത്തിൽ ആരംഭിക്കുന്ന ജീവിതം വെളിപാട് പുസ്തകത്തിൽ വിശുദ്ധയുടെ ഗണത്തിന്റെ ഒരു കുടുംബമായി മാറും. ആ ഗണങ്ങളിൽ പങ്കുചേരാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. കുടുംബജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.